CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്നെത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട കണ്ണങ്കര സ്വദേശി പാലമൂട്ടിൽ മേലേതിൽ വീട്ടിൽ 29 വയസ്സുള്ള ഷാഹുൽ ഹമീദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേക്കാട് പുന്നയൂർ സ്വദേശി 26 വയസ്സുള്ള ശ്രീജിലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളത്ത് നടക്കുന്ന ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ആദ്യ ദിനം തൃശൂർ വിമല കോളേജിന്റെ മുന്നേറ്റം. ആകെയുള്ള 168 മത്സര ഇനങ്ങളിൽ 57 എണ്ണം പൂർത്തിയായപ്പോൾ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി 169 പോയിന്റ് നേടി തൊട്ടടുത്ത സ്ഥാനക്കാരെ ബഹുദൂരം പിന്നിലാക്കിയാണ് വിമലയുടെ കുതിപ്പ്. 53 പോയിന്റോടെ തൃശൂർ ആൻഡോസ് അത്ലറ്റിക് അക്കാദമി 2ാം സ്ഥാനത്തും 24 പോയിന്റോടെ കരിക്കാട് അൽ-അമീൻ സ്കൂൾ 3ാം സ്ഥാനത്തുമാണ്. കടങ്ങോട് പഞ്ചായത്തിലെ 18ാം വാർഡിൽ വയൽ നികത്തുന്നതിനെതിരെ കർഷക സംഘം പന്നിത്തടം മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. പന്നിത്തടം ചിറമനേങ്ങാട് റോഡിൽ ചാക്കാട് തോട് പരിസരത്തുള്ള കൃഷിഭൂമിയാണ് നികത്തിയിട്ടുള്ളത്. ലോക ടൂറിസം ദിനാചരണത്തിന്റെ ഭാഗമായി ചാവക്കാട് ബീച്ച് DMCയുടെ നേതൃത്വത്തിൽ ചിത്രരചന മത്സരവും ബീച്ച് ശുചീകരണവും സംഘടിപ്പിച്ചു. 7 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച കടവല്ലൂർ തിപ്പിലശ്ശേരിയിലെ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. മുൻ MP TN പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മാവിൻ ചുവട്ടിൽ നിർമ്മിച്ച മിനി മാസ്ലൈറ്റ് നാടിന് സമർപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് TN പ്രതാപന്റെ സാന്നിധ്യത്തിൽ പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സ്വിച്ച് ഓൺ നിർവഹിച്ചു. അക്കിക്കാവ് കടങ്ങോട് റോഡിലെ പുത്തൻകുളം റോഡ് അപകടക്കെണിയായി മാറിയതായി നാട്ടുകാർ. മേഖലയിലെ റോഡിന്റെ വീതി കുറവും വളവുമാണ് പതിവ് അപകട കേന്ദ്രമായി മേഖലയെ മാറ്റുന്നത്. സംസ്ഥാന പാതയിൽ പാറേമ്പാടം അഗതിയൂർ വില്ലേജ് റെസ്റ്റോറന്റിന് മുന്നിലെ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 2 വർഷം. ഇതോടെ റോഡും തകർന്ന അവസ്ഥയിലാണ്. പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചുപോകുന്ന കുഴിയിൽ നാട്ടുകാർ അപായ സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ ആയില്യം പൂജ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വേലൂർ പഞ്ചായത്ത് 2ാം വാർഡിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ആരോഗ്യ ബോധവൽക്കരണം സംബന്ധിച്ച് മുഖാമുഖം സംഘടിപ്പിച്ചു. സ്ത്രീകൾ നേരിടുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ചും മികച്ച ചികിത്സകളെക്കുറിച്ചും പ്രശസ്ത സ്ത്രീരോഗ വിദഗ്ധയും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ റോസ്ലിൻ സംസാരിച്ചു. വേലൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ ആയില്യപൂജ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വൻ ഭക്തജന തിരക്ക്. മറ്റം കാർലി വടക്കുംപാട്ടുമന നാഗശിവക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആയില്യം മഹോത്സവം ആഘോഷിച്ചു. ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കുന്നംകുളം സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ, റാന്നി പെരുന്നാട് ബദനി ഹൈസ്കൂൾ എന്നീ സ്ഥാപനങ്ങളിൽ ലീഗൽ സ്റ്റഡീസ് ഫോറം ഉദ്ഘാടനവും സെമിനാറും സംഘടിപ്പിച്ചു. പഴഞ്ഞി ചിറ്റപ്താഴം കോൾപ്പടവിൽ പമ്പിംഗ് തുടങ്ങി. പടവ് കമ്മിറ്റി പ്രസിഡന്റ് KM മുഹമ്മദ് ഹനീഫ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. അമല ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും വേലൂർ പഞ്ചായത്ത് സംയുക്തമായി സ്ഥാന ഗർഭാശയ ക്യാൻസർ നിർണയ ക്യാമ്പും സൗജന്യ പാപ്സ്മിയർ പരിശോധനയും നടത്തി. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സർഗലയം കലാമേളയ്ക്ക് തുടക്കമായി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് ഭരണപക്ഷ MLA ആയിരുന്ന PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി ടൗണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. യെൽദോമോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഞായറാഴ്ച കൊടിയേറും. കുന്നംകുളം ഉപജില്ലാ വോളിബോൾ മത്സരത്തിൽ പെരുമ്പിലാവ് TMVHS സ്കൂളിന് കിരീടം. വേലൂർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ജൂനിയർ ബോയ്സ് വിഭാഗം മത്സരത്തിൽ കോൺകോഡ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് പെരുമ്പിലാവ് TMVHS ചാമ്പ്യന്മാരായത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.